തൃശൂർ കുറ്റിപ്പുറം റോഡ് നവീകരണത്തിന്റെ പ്രവൃത്തികൾ നിലച്ചതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് എന്ന റിപ്പോർട്ടിന് പിന്നാലെ കരാറുകാരെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. കരാറെടുത്തിരുന്ന മുംബൈ ആസ്ഥാനമായിരുന്ന റേ കൺസ്ട്രക്ഷൻസ് കമ്പനിക്ക് പ്രവൃത്തികൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള വിശദീകരണ കത്ത് നൽകി. തൃശൂർ കുന്നംകുളം പാതയിൽ പുഴയ്ക്കൽ കടന്നു കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ നീണ്ട യാത്രാ ദുരിതമാണ്. 2 3 ചിലപ്പോൾ അതിലേറെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. ഇക്കാണുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ യാത്രാ ദുരിതം അവസാനിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ കരാർ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തികൾ നിലച്ചതോടെ കരാർ തന്നെ റദ്ദാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 2021 സെപ്റ്റംബറിലാണ് തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നവീകരണം തുടങ്ങിയത്. 2018.44 കോടി രൂപയ്ക്കായിരുന്നു കരാർ. 2 വർഷമായിരുന്നു പൂർത്തീകരണ കാലാവധി. 2.5 വർഷത്തിനുള്ളിൽ 25% പണികളാണ് കഴിഞ്ഞത്. 2023 കരാർ കാലാവധി തീർന്നതോടെ ഡിസംബർ 31 വരെ നീട്ടി നൽകി. ഈ കാലയളവിലും നിർമ്മാണ പ്രവൃത്തികളിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഇതോടെയാണ് കരാറിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി KSDP വിശദീകരണ കത്ത് നൽകിയത്. 45 കോടി രൂപയുടെ ബില്ലാണ് കരാർ കമ്പനി സർക്കാരിലേക്ക് സമർപ്പിച്ചത്. ഇതിൽ 15 കോടി രൂപ ഇനിയും ലഭ്യമാകാനുണ്ട്. നിർമ്മാണ സാമഗ്രികളുടെ വില ഉയർന്നതോടെ പഴയ അടങ്കൽ തുകയിൽ മുന്നോട്ടു പോകാനാകുന്നില്ലെന്നും ബില്ലുകൾ കൃത്യസമയത്ത് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്നുമാണ് കരാർ കമ്പനിയുടെ വാദം. പുഴക്കൽ റോഡിന്റെ ഉയർച്ചയും താഴ്ചയും, മുണ്ടൂരിൽ വീതി കുറവും വളവും, കൈപ്പറമ്പിൽ റോഡ് ഉയർത്തൽ, മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്ത് വീതി വർദ്ധിപ്പിക്കൽ, കേച്ചേരിയിലും കുന്നംകുളത്തെയും ജംഗ്ഷൻ വികസനം, വാഹനപ്പെരുപ്പം കൂടിയ തൃശൂർ കുറ്റിപ്പുറം റോഡിലെ പ്രശ്നങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ വർഷങ്ങളായിട്ടും പൊതുമരാമത്തിനും ജനപ്രതിനിധികൾക്കും കഴിഞ്ഞിട്ടില്ല. മഴ പെയ്താൽ കുഴികൾ നിറയുന്ന റോഡിൽ യാത്ര ദുഷ്കരമാകുന്നത് പതിവാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഓരോ മഴ കഴിയുമ്പോഴും കരാറുകാരുടെ നേതൃത്വത്തിൽ കുഴിയടയ്ക്കുന്ന രീതിയായിരുന്നു. പൂങ്കുന്നം മുതൽ അയ്യന്തോൾ വഴി വരെയും പേരാമംഗലം മുതൽ മുണ്ടൂർ വരെയും റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി കോൺക്രീറ്റ് റോഡാക്കി. അമലാനഗറിലും കാണിപ്പയ്യൂരിലും പെരുമ്പിലാവിലുമായി കുറച്ചിടങ്ങളിൽ നിലവിലുള്ള റോഡിൽ ടാറിട്ടു. കലിങ്കുകൾ പുതുക്കി പണിതു. കരാർ കാലാവധിയിൽ പ്രധാനമായും നടന്നത് ഈ പണികളാണ്. നിർമ്മാണ പ്രവൃത്തികൾ നടന്ന ഭാഗങ്ങളിൽ മിനുക്കുപണികൾ ബാക്കിയാണ്. കരാർ റദ്ദാക്കി പണികൾ വീണ്ടും തുടങ്ങുന്നതിന് പുതിയ കരാറുകാരെ നിശ്ചയിക്കണം. ഇതുവരെ ചെയ്തതും ഇനി ചെയ്യേണ്ടതുമായ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി അംഗീകാരം നേടിയ ശേഷമായിരിക്കും പുതിയ കരാർ. അതായത് നിലച്ച നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കണമെങ്കിൽ ഇനി 1.5 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുരക്ഷജി, 24. പൊതുജനം കഴുതയല്ല സാർ. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് നിലവിൽ തൃശൂർ കുറ്റിപ്പുറം പാതയിൽ അനുഭവപ്പെടുന്നത്. ഇനി പുതിയ കരാർ നൽകി പദ്ധതി പൂർത്തിയാക്കുന്നതിന് വലിയ സമയം വേണ്ടിവരും എന്നുമാണ് കണക്കുകൂട്ടൽ. വെയിലിനൊപ്പം പൊടിയും രൂക്ഷമായതോടെ വലിയ ദുരിതമാണ് യാത്രക്കാർ നേരിടുന്നത്. കേൾക്കാം ജനങ്ങൾക്ക് പറയാനുള്ളത്. ട്രാഫിക് ഭയങ്കര ഇവിടെ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്. 2-3 കൊല്ലം ഇപ്പം ഇങ്ങനെ തന്നെ ഇത് ഇത്ര ആയില്ല. എന്നാലും ഒരു പണി നടക്കണില്ല. ഇപ്പോൾ അവർക്ക് പൈസ കിട്ടാതെ കാരണം അറ്റത്തന്നെ ബ്ലോക്കാണ് സ്ഥലം. പിന്നെ അവിടെ 2 സ്ഥലത്തും ബ്ലോക്ക് ആവും. നമുക്കിപ്പോൾ ഞങ്ങളുടെ സർവീസ് സെന്ററിലേക്ക് തന്നെ പോകണമെങ്കിൽ തന്നെ അപ്പുറത്തൂടെ പോയിട്ട് ഈ ബ്ലോക്ക് കൂടെ വരെ എളുപ്പമല്ല. അപ്പോൾ ഈ വഴി കൂടെ ഒന്നുകൂടെ തുറന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാവും. പെട്ടെന്ന് പണി തീർന്നു കഴിഞ്ഞാൽ ഉപകാരമാണ്. ഇപ്പോൾ ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പോണേ. 3 കൊല്ലാവാനെ പോണേ റോഡ് പണി തുടങ്ങി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആ റോഡിലായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്. അവിടെ നമുക്ക് പറ്റാണ്ട് ഇവിടെ വന്നുകൂടി ബുദ്ധിമുട്ടുണ്ട്. നമ്മളെത്ര ദിവസം എത്ര ട്രാഫിക്കിൽ നമ്മുടെ പെട്രോളൊക്കെ ചിലവാകണം. 3 ദിവസം മുമ്പാട് ഞാൻ കച്ചവടം കഴിഞ്ഞ് പോണ നേരത്തെ എൻ്റെ മുമ്പിൽ ഒരാൾ ബൈക്കും വന്ന് ആ കുഴിയിൽ വീണ്. ഞാൻ ജസ്റ്റ് അയാൾ ഇടിക്കേണ്ടതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നിന്നു. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീനെ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതിൻ്റെ പുറമെ ബ്ലോക്കും. നമ്മളിപ്പോൾ എയർപോർട്ടിൽ പോകാതെ തന്നെ എത്ര മണിക്കൂറോളം ബ്ലോക്കായിട്ട് കിടക്കേണ്ട അവസ്ഥ ഉണ്ട്. ഇപ്പോൾ എൻ്റെ വൈഫിനെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ട് കിടക്കുന്ന ടൈമിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വരാൻ പോലും ഒരുപാട് ലൈറ്റും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ട്രാഫിക്കിൻ്റെ ആയിട്ട് യാതൊരു തരത്തിലുള്ള അനുകൂലങ്ങളും ഇവിടെ കിട്ടുന്നില്ല. പിന്നെ ബസ്സിൻ്റെ അമിതമായ വേഗത അത് വേറെ തരത്തിൽ KSRTC ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ. നമ്മളൊരു ബ്ലോക്കിൽ എടുക്കുമ്പോൾ അവർ ഓവർടേക്ക് ചെയ്ത് നിന്നിട്ടും വണ്ടിയിൽ സ്ക്രാച്ച് ആവുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്.